ദൈവവും LDF-നൊപ്പമാണെന്ന് ബിനോയ് വിശ്വം. അനീതിക്കും ദ്രോഹത്തിനുമൊപ്പം ഒരു ദൈവവും നിൽക്കില്ല. നീതി അത് എന്നും LDF-നൊപ്പം തന്നെയാണ്. അതുകൊണ്ട് നിസ്സംശയം പറയാം, ദൈവവും ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. LDF-ന്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് നൽകിയ പുതുക്കാട് സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതത്തെപ്പറ്റി ഉദാത്ത ഗംഭീരമായി വ്യാഖ്യാനം നടത്തിയ ആളാണ് കാൾ മാർക്സ്. മതം മനുഷ്യനെ മായ്ക്കുന്ന കറുപ്പാണെന്ന് കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഇതുമാത്രം ചൂണ്ടിക്കാട്ടി ഇടതിന് മതവിരുദ്ധ വേഷം നൽകി. എന്നാൽ കാൾ മാർക്സ് പറഞ്ഞതിന്റെ മറ്റു കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ആത്മാവ് നഷ്ടപ്പെട്ട ലോകത്തിന്റെ ആത്മാവാണ് മതം. ഹൃദയശൂന്യമായ സമൂഹത്തിന്റെ ഹൃദയമാണ് മതം. അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്റെ നെടുവീർപ്പാണ് മതമെന്നും കാൾ മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മതവിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസികളെ ഇടതുപക്ഷം മാനിക്കുകയും ചെയ്യുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശരിയായ അന്വേഷണം നടക്കട്ടെ. സ്വർണം തട്ടിയെടുത്തവരെ വെറുതെ വിടില്ലെന്നും പാർട്ടി ഭേദമന്യേ നടപടി ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിശ്വാസം പറഞ്ഞ് വോട്ട് തേടുന്ന പാർട്ടിയല്ല LDF എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF-നെതിരെ രൂക്ഷ വിമർശനമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയത്. സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരായ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനെ ബിനോയ് വിശ്വം വിമർശിച്ചു. UDF-ന് BJP കൂട്ടുകെട്ടിന്റെ തെളിവാണിതെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. ജാഥയുടെ മാനേജർ M സ്വരാജ്, ജാഥാംഗങ്ങളായ CS സുജാത, P വസന്തം, VT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യൻ, PK രാജൻ, യൂജിൻ മൊറേലി, ഉഴമലക്കൽ വേണുഗോപാൽ, K ഷാജു, ജോർജ് അഗസ്റ്റിൻ, CP അൻവർ സാദത്ത്, ജോണി ചെറുപ്പറമ്പിൽ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, KK രാമചന്ദ്രൻ MLA, VS പ്രിൻസ്, PK ശിവരാമൻ, NL ദിവാകരൻ, CU പ്രിയൻ, KJ ഡിക്സൺ, CR വത്സൻ തുടങ്ങിയവർ സന്നിഹിതരായി. നമ്മളിലെ തന്നെ ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നവരാണ്. അമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും. കുറച്ച് പേര് പോകാതെ കേട്ടേക്കാം. അതെല്ലാം വ്യക്തികളുടെ കാര്യമാണ്. അവർക്ക് പോകാതിരിക്കാം. പക്ഷേ ഇടതുപക്ഷം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, മതവിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസികൾ യാഥാർത്ഥ്യമാണ്. ആ വിശ്വാസികളെ ഇടതുപക്ഷം മാനിക്കുകയും ചെയ്യും. അവരെ അവഗണിക്കാൻ ഇടതുപക്ഷമില്ല. അവരെ പരിഹസിക്കില്ല. അവരുടെ കൂടെ ആയിരിക്കും LDF എപ്പോഴും. ഞങ്ങൾ പറഞ്ഞു, കെട്ടുകാഴ്ച പോലെ, പ്രചരണം പോലെ മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ട് ദൈവത്തെ കാണാൻ ഞങ്ങളാരും പോകാറില്ല. ഒരിക്കലും പോയിട്ടുമില്ല. ഇടതുപക്ഷം മതവിരുദ്ധമാണോ? അവർ പറയുന്നു, ഇടതുപക്ഷം വന്നാൽ മതങ്ങൾക്കൊന്നും രക്ഷയില്ല. ഇടതുപക്ഷം വന്നാൽ വിശ്വാസികളെല്ലാം അവർ തള്ളി മാറ്റിക്കളയും. പച്ചക്കള്ളമല്ലേ ഇത്? എത്രയോ കാലമായി സംസ്ഥാനം കാണുന്ന ഇടതുപക്ഷ മുന്നേറ്റത്തെ തടയുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം പറഞ്ഞ പ്രചരണമാണിത്. ഇടതുപക്ഷത്തിന് മതമില്ല, വിശ്വാസമില്ല എന്ന്. അത് പച്ചക്കള്ളമാണ്. ഛിദ്രശക്തികൾ പുറത്തിറങ്ങിയാൽ അവരെ ചെങ്ങല വെച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിലുണ്ട് എന്നതുകൊണ്ടാണ് എല്ലാം മാളത്തിലാണ്. എന്നാൽ UDF ഭരിക്കുന്ന കാലത്തോ, നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരക്തം കൊണ്ടാർദ്രമായ, ഒരിക്കലും ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ കാലത്തെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നൊന്നുമില്ല. പോട്ടെ, മറന്നു പോട്ടെ ആ കാലം. പക്ഷേ നിരപരാധികളായ എത്ര മനുഷ്യരാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈയാമ്പാറ്റകളെ പോലെ പിടഞ്ഞു വീണ് മരിച്ചത്? വർഗീയവാദികൾ അഴിഞ്ഞാടിയപ്പോ, വർഗീയ കലാപങ്ങൾ അരങ്ങു തകർത്തപ്പോ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ കേരളത്തിൽ? മാറാട് 1ഉം 2ഉം കലാപങ്ങൾ നമ്മുടെ മനസ്സിലില്ലേ? അങ്ങനെ എത്ര ഞാൻ ഓരോന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ജനങ്ങളോട് പറയുന്നതെന്ന് എനിക്കറിയില്ല. വർഗീയ കലാപങ്ങൾ മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന ഞങ്ങളുടെ പഴയ കാലം തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ പിന്തുണ വേണമെന്നോ മറ്റോ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 3-4 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. 3820 കോടി രൂപ ബഡ്ജറ്റിൽ അതിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നീക്കിവച്ചിരിക്കുന്നു. സഹോദരിമാരുടെ അധ്വാനത്തെ മാനിക്കാൻ ഗവൺമെന്റ് തയ്യാറായി. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമീപകാലത്ത് SP നടത്തിയ ഒരു പഠനമുണ്ടായിരുന്നു. ഇതിൽ സ്ത്രീകൾ ചെയ്യുന്ന അധിക ജോലി ഭാരത്തെ സംബന്ധിച്ചാണ് അവർ സ്റ്റഡി നടത്തിയത്. അതിൽ അവരൊരു കാര്യം കണ്ടെത്തി. സ്ത്രീകൾ